ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനെയും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട് ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്നൊക്കെ പറയുന്ന ഒരു കടലാസ സംഘടനയാണ്. ഇവർ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചാൽ അവർ കോടതിയെ അംഗീകരിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ ആ വാറണ്ടിന് വിധേയരായ ആളുകളെത്തിയാൽ അറസ്റ്റ് ചെയ്യണം എന്നാണ് വയ്പ്. ഈയിടെ പുടിൻ മംഗോളിയയിൽ പോയിരുന്നു. ICCയിൽ മെമ്പറാണ് മംഗോളിയ. അവർ ചുവപ്പ് പരവതാനി വിരിച്ച് രാജകീയമായി പുടിനെ സ്വീകരിച്ചു. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ നെതന്യാഹുവിനെ പിടിക്കും, അറസ്റ്റ് ചെയ്യും, തൂക്കിലിട്ടും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതും അതിൽ പോയി തൊട്ട് നോക്കിയാൽ ഇവരറിയും. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ കച്ചവടം തീരുവാണെന്ന് കേൾക്കുന്നു. അതെ, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലെ പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന ആൾ കരീം ഖാൻ, പാകിസ്ഥാൻകാരാണ്. അതെ, അവിടെ അയാളൊരു പെണ്ണ് കേസിൽ പ്രതിയാണ്. അതെ, ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയിലെ ഒരു ജീവനക്കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ്. ഈ കരീം ഖാൻ പ്രോസിക്യൂട്ടർ അവിടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് ഇപ്പം ലെബനനിൽ പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റ ആളാണ്. അവിടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത്. പിന്നെ പകരം ആളിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ അമേരിക്കയും ഇസ്രയേലും അംഗങ്ങളല്ല. അതെ, ആ അംഗങ്ങളല്ലാത്തവരെയാണ് ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും. അംഗങ്ങളായ ആളുകൾക്കല്ലേ ബാധകമാവുന്നുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പോൾ ട്രംപ് അല്ല, അംഗരാജ്യങ്ങളോട് പറയാം അംഗങ്ങളല്ലാത്ത ആളുകൾ വന്നാലും പിടിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന്. അതെ, അപ്പം ബന്ധം വഷളാക്കാനുള്ള പരിപാടിയായി കരീം ഖാൻ്റെ പരിപാടി കൊണ്ട് നടക്കുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അകത്ത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഇൻ്റർനാഷണൽ രാജ്യാന്തര ക്രിമിനൽ കോടതിയിലെ അംഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ജീവനക്കാർ, ഇവർക്കൊക്കെയുള്ള യാത്രാ നിരോധനം, പിന്നെ സാമ്പത്തിക നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ഓർഡറാണ് ഈ സൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവരുടെ സ്വത്തുക്കളൊക്കെ മരവിപ്പിക്കുകയും ചെയ്യാം. അതിനും ട്രംപിന് അധികാരമുണ്ടെന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ICC, അതിൻ്റെ സ്റ്റാഫ്, കുടുംബാംഗങ്ങൾ, അത് ഇവർ അമേരിക്കൻ പൗരന്മാർക്കെതിരെ അമേരിക്കയുടെ സഖ്യകക്ഷി അവയ്ക്കെതിരെ ഇൻ്റർനാഷണൽ കോർട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യും എന്നാ ഓർഡറിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നെതന്യാഹുവിനെതിരെ മാത്രമല്ലായിരുന്നു ICC എന്ന് പറഞ്ഞിരുന്നത്. അന്ന് പ്രതിരോധ മന്ത്രി യോഗാലൻഡ്, പിന്നെ ഹമാസിൻ്റെ നേതാക്കൾ ഇസ്മയിൽ ഹാനിയെ, പിന്നെ മുഹമ്മദ് ദെയ്ഫ്, ഇവർക്കെതിരെയൊക്കെ ഉണ്ടായിരുന്നു. രണ്ടും ഇല്ല. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഇല്ല. നിലനിൽക്കുന്നത് ഇസ്രായേലിനെതിരെ മാത്രമുള്ളതാണ്. അപ്പോൾ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ചർച്ചയിൽ ന്യായമായും ഈ പ്രശ്നം അവർ സംസാരിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് നെതന്യാഹുവിൻ്റെ സന്ദർശനത്തിന് ശേഷം ഈ എക്സിക്യൂട്ടീവ് ഓർഡർ വരുന്നത്. അപ്പോൾ ട്രംപ് ആ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ അധികാര ദുരുപയോഗമാണ് ആ നടപടി വഴി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെതന്യാഹുവിനും ഗാലന്റിനും എതിരെ എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന ഓർഡർ. മറ്റേ കാര്യം ട്രംപും മിണ്ടിയിട്ടില്ല, ഹമാസിൻ്റെ. അപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം അപ്രസക്തമായി മരിച്ചും പോയി. അപ്പോൾ മറ്റേ ഇസ്രായേലിൻ്റെ കാര്യം മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല, ഇത് അപകടകരമായ ഒരു കീഴ്വഴക്കമാണ് ICC ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം അമേരിക്കൻ പൗരന്മാർ, അമേരിക്കൻ പട്ടാളക്കാർ, അവരെയൊക്കെ ബാധിക്കുന്നതാണ് ഇത്തരം ഉത്തരവുകൾ. മാത്രമല്ല, ഇത് അമേരിക്കയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്, വിദേശ നയത്തിലുള്ള കടന്നുകയറ്റമാണ്. പിന്നെ ഇസ്രായേൽ പോലുള്ള സഖ്യരാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമാണെന്ന് ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്. ICCയുടെ ഉത്തരവുകൾ പിന്തുടരാനോ അനുസരിക്കാനോ ഒന്നും അമേരിക്കയ്ക്ക് ബാധ്യതയില്ല, ഇസ്രായേലിനും ബാധ്യതയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഞങ്ങൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയാണ് ഇൻ്റർനാഷണൽ കോർട്ട്. മര്യാദയ്ക്ക് നടന്നോളണം, ഞങ്ങൾ പറയും കേട്ടാൽ മതി. അല്ലെങ്കിൽ ഞങ്ങളുടെ മുകളിൽ കടന്നുകയറ്റം നടത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ
അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്കിംഗ് പ്രോപ്പർട്ടി, സ്വത്തുക്കൾ മുഴുവൻ എവിടെയെങ്കിലുമൊക്കെ സഖ്യരാഷ്ട്രങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുകിട്ടും. അത് റഷ്യയും അനുഭവിച്ചിട്ടുള്ള, റഷ്യയുടെ ഒളിഗാർക്കുകളുടെ സ്വത്തുക്കൾ മുഴുവൻ കണ്ടുകിട്ടിയിട്ടുണ്ട്. എവിടെയൊക്കെ ഉണ്ട്, ഇത് വെറുതെ പറയുന്നതല്ല. ഇത് ഇനി തുടർച്ചയായിട്ട് എവിടെയെങ്കിലുമൊക്കെ സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുകിട്ടാനും സാധ്യതയുണ്ട് ഇൻ്റർനാഷണൽ കോർട്ടിൻ്റെ അധികാരികളുടെ. അപ്പോൾ ഇതിന് തയ്യാറെടുത്തിരിക്കുകയായിരുന്നു ICC എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. കാരണം കരീം ഖാനും അതിന് തയ്യാറെടുത്ത് ചർച്ചകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. വ്യാഴാഴ്ച ഇന്നലെ ഈ ICC ഉദ്യോഗസ്ഥന്മാർ രാത്രി വൈകിയും ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നു എന്ന്. ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നും ആലോചിക്കാൻ വേണ്ടി. പിന്നെ അമേരിക്കൻ സെനറ്റിൽ കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ ബില്ല്, ICCക്കെതിരായ ബില്ല് ഡെമോക്രാറ്റുകൾ അതിനെ എതിർത്തിരുന്നു. സ്വാഭാവികമാണ്. അപ്പോൾ ഈ ഉപരോധത്തിനെ അവർ പിന്തുണയ്ക്കില്ല എന്ന് ഡെമോക്രാറ്റുകൾ പറഞ്ഞിരിക്കുന്നു. പിന്നെ ആംനസ്റ്റി ഇൻ്റർനാഷണൽ എതിർത്തിട്ടുണ്ട്. സ്വാഭാവികമാണ്. പിന്നെ ട്രംപ് ഈ 2020 അധികാരത്തിലെത്തിയപ്പോഴും ICCക്കെതിരെ ഇതുപോലെ ബാൻ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ICCയുടെ അന്നത്തെ പ്രോസിക്യൂട്ടർ ഫാത്തു ബെൻസൂദ, ആ പ്രോസിക്യൂട്ടർ കാണിച്ച വൃത്തികേടുകളെ തുടർന്നായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഫാത്തു ബെൻസൂദ ഈ ഗാംബിയയിൽ നിന്നുള്ള സ്ത്രീയായിരുന്നു അവർ. അത് കഴിഞ്ഞ് ഈ ബെൻസൂദ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തിയതായി പറയുന്ന അതിക്രമങ്ങൾക്കെതിരെ അമേരിക്കക്കാരെ എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യും. അതിനുവേണ്ടിയായിരുന്നു പ്രോസിക്യൂട്ടർ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 2021 കുറേയും കൂടി വലുതാക്കി ആ കേസ്. അഫ്ഗാനിസ്ഥാനെതിരെയും പിന്നെ പലസ്തീൻ മേഖലയിലുള്ള ഇസ്രയേലിൻ്റെയും രണ്ടും എടുത്തിരുന്നു. ഈ കരീം ഖാൻ, ഇവർ ബെൻസൂദ പോയിട്ട് പിന്നീട് കരീം ഖാൻ വന്നപ്പോൾ ഈ ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷമാണ് ഇസ്രയേലിനെതിരെ ഈ ICCയുടെ ഉത്തരവുണ്ടായത്. നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ ആലോചിക്കുന്നത് അന്താരാഷ്ട്ര കോടതി, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറയുന്നുണ്ട്. അതെ. പക്ഷെ അത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഇതൊക്കെ പരിഹരിക്കാൻ ആർബിട്രേഷൻ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കരാർ വ്യവസ്ഥകളുടെ പാലിക്കൽ, ലംഘനം, തർക്കങ്ങൾ, ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. വളരെ ഒരു കുഴപ്പമില്ലാതെ നടക്കുമ്പോൾ ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറഞ്ഞാൽ ഇവർ ഒരു ക്രിമിനൽ മനസ്ഥിതിയോടെ പെരുമാറുന്നത് എന്തായിരിക്കും? അല്ല, അത് നമ്മൾ ഈ കാര്യം ആദ്യമേ പറഞ്ഞില്ലേ, ഒന്ന് പ്രോസിക്യൂട്ടർ പാകിസ്ഥാനി, അതിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആൾ ലെബനനിൽ നിന്നുള്ള അവരുടെ, അപ്പോൾ അതൊരു സുഡാപ്പി സാധനമായിട്ട് മാറി. അതാണ്, അതൊരു സുഡാപ്പി സംഘമായിട്ട് മാറി ഇൻ്റർനാഷണൽ. അല്ല, നമ്മൾ ഈ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ലോകത്തിലെ പല പ്രധാനപ്പെട്ട, അപ്പോൾ WHO, ലോകാരോഗ്യ സംഘടന, UNRWA, ഇങ്ങനെ ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും, USAID, അത് അമേരിക്കയുടെ ഒരു ഓർഗനാണ്, അമേരിക്കയുടെ ഔദ്യോഗിക സംവിധാനമാണ്. അതിനകത്ത് പോലും ഇസ്ലാമിസ്റ്റുകൾ കയറിപ്പറ്റി. അല്ലേ, പണ്ടൊക്കെ നമ്മൾ പറയുന്ന ഈ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പാവയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അമേരിക്കയുടെ പാവയല്ല, ഡീപ് സ്റ്റേറ്റിൻ്റെ പാവയാണ്. ഇതിപ്പോൾ അതിന് തന്നെ ഒരു സ്ഥാനചലനം, ഒരു സ്വിച്ചിങ് നടന്നു അല്ലേ. അമേരിക്കയുടെ സ്ഥാനത്തേക്ക് ഇപ്പോൾ കയറി നിൽക്കുന്നത് ഡീപ് സ്റ്റേറ്റാണ്. ഈ ഡീപ് സ്റ്റേറ്റ് അമേരിക്കയെ പോലും, അമേരിക്കയുടെ താല്പര്യങ്ങളെ പോലും ഹനിക്കുന്ന തരത്തിലാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരുടെ താല്പര്യങ്ങൾ മുഴുവൻ എങ്ങോട്ടാണെന്ന് നോക്കുമ്പോൾ അത് മുഴുവൻ ഇസ്ലാമിസ്റ്റുകളുടെ പക്ഷത്തേക്കാണ്. അപ്പോൾ ഡീപ് സ്റ്റേറ്റ് ശരിക്കും ഒരു ഇസ്ലാമിൻ്റെ ഓർഗനൈസേഷനാണോ? ആണ്. എന്താണെന്ന് വെച്ചാൽ ജോർജ് സോറോസിനെ ചർച്ച ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ കശ്മീരിലെ തീവ്രവാദം അയാൾക്ക് ഇഷ്ടമാണ്, ആ തീവ്രവാദികൾക്ക് ഫണ്ട് കൊടുക്കും. ഹമാസിനെ ഇഷ്ടമാണ്. ബംഗ്ലാദേശിലെ തീവ്രവാദികൾ, ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിലെ അവരെ ഇഷ്ടമാണ്. അയാൾ ഇങ്ങനത്തെ ഈ ഇസ്ലാമിക ഫണ്ടമെന്റലിസം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സോറോസ് ഉണ്ട്. പണ്ട് ലൈഫ് ബോയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ഇയാൾക്ക് ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ ഒക്കെ ഫണ്ട്, ലൈഫ് ബോയ് എവിടെയോ അവിടെയാണ് ആരോഗ്യം, സോറോസ് എവിടെയോ അവിടെയാണ് ജിഹാദി എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങളുടെ പോക്ക്. അയാൾ
ഈ അതായത് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഡെമോക്രാറ്റുകൾ അധികാരത്തിൽ വരുമ്പോൾ അത് ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ്. അതെ അതെ. അപ്പോൾ ഡീപ് സ്റ്റേറ്റും ഡെമോക്രാറ്റുകളും ഒന്നിച്ചു പോകുന്നു. ഇപ്പോൾ അലക്സാണ്ടർ എന്ന് പറഞ്ഞ മകന്റെ കാമുകിയും ഒരു മുസ്ലിമാണ്, ഇസ്ലാമിക ബന്ധങ്ങളുള്ള ആളുകളൊക്കെ തന്നെയാണ്. അതുമായിട്ട് ഭയങ്കരമായിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി പോകുമ്പോൾ അവിടെ ഈ ജിഹാദി സംഘടനകളാണല്ലോ മീറ്റിങ്ങുകൾ മുഴുവൻ അറേഞ്ച് ചെയ്യുന്നത്. ഇതൊക്കെ സോറോസുമായും പിത്രോദയുമായും ബന്ധപ്പെട്ടതാണ്. പിത്രോദയുടെ സംഘത്തിനുമൊക്കെ സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ്റെ സഹായമുള്ളൊരു NGO നടത്തുന്ന ആളാണ് പിത്രോദ. പിത്രോദ മറ്റേ പ്രവാസി കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റുമാണല്ലോ, ആഗോള പ്രസിഡൻറ്റുമാണ്. അപ്പോൾ ഈ ആഗോള മാത്രമല്ല, ഇതിനു മുമ്പ് നമ്മൾ പിത്രോദയുടെ ഒരു ലേഖനം ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്കും സിറിയയിൽ നിന്നൊക്കെയുള്ള കുടിയേറ്റക്കാരെ അബ്സോർബ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 2015 സോറോസ് എഴുതിയൊരു ലേഖനം അയാളുടെ വെബ്സൈറ്റിൽ കിടക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഓരോ വർഷവും ഈ ഇത്ര $, ഓരോ യൂറോപ്യൻ രാജ്യവും മുടക്കണം ഈ എന്താ പറയുക പലസ്തീൻ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ള കുടിയേറ്റക്കാരെ, ഇസ്ലാമിക കുടിയേറ്റക്കാരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്പ് പണം മുടക്കണം എന്ന് പറയുന്നൊരു രേഖയാണ് അയാൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട പല കീ സീറ്റുകളിലും ഇരിക്കുന്നത് ജിഹാദികളാണ് അല്ലേ? അവർ തമ്മിൽ ലോകക്രമം അങ്ങനെ വല്ലാതൊന്നും മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ എവിടെ എല്ലായിടത്തും CIA ആയിരുന്നു എന്ന് പറയും. അമേരിക്കയാണ്, അമേരിക്കൻ ചാരസംഘടനയാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതെന്നും മാറിയിട്ട് ഇസ്ലാമിക ഒരു ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ പക്കലേക്ക് ലോകത്തിലെ നിർണായകമായ പല കസേരകളും മാറിയിട്ടുണ്ട്. സ്വീഡൻ പോലെ ഒരു സമാധാന രാഷ്ട്രത്തിൽ പോലും പ്രശ്നങ്ങളാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം 10 പേരെ കൊന്നില്ലേ അവിടെ. അപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പോലും ഇപ്പോൾ ഇത് ഭീഷണി. യൂറോപ്യൻ രാജ്യങ്ങൾ പറയാനുള്ള ബ്രിട്ടൻ്റെ കാര്യം പോയി, വലിയ കഷ്ടമാണത്. ഇസ്ലാമിക രാഷ്ട്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന മട്ടിലാണ് ബ്രിട്ടൻ്റെ പോക്ക്. ഏതായാലും ലോക നേതാക്കന്മാരെ വിറപ്പിക്കാൻ, അറസ്റ്റ് ചെയ്യാൻ, ജയിലിടാനൊക്കെ അധികാരമുണ്ട് എന്ന് കരുതിയിരുന്ന ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി അതിന് പണി കിട്ടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.